സോ ഗീത ഇതുവരെ രാജ്യം വിട്ടു പോയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ദാറ്റ് ഇസ് വൺ ഗുഡ് ന്യൂസ്. അതിനവൾ ശ്രമിക്കും മുമ്പ് ആ പാസ്പോർട്ട് കൈക്കലാക്കണം. ആ ചെല്ലാൻ അടച്ച റെസിപ്റ്റ് ഓഫീസിലുണ്ടോ നോക്കൂ. ഓക്കെ മാഡം. യെസ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എനിക്കൊരു ലെറ്റർ വേണം. എന്തിന്? ഹോസ്റ്റൽ ലോക്കറിൽ നിന്ന് ഗീതയുടെ പാസ്പോർട്ട് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. അയ്യോ, അതിപ്പോ അവളുടെ ലോക്കൽ ഗാർഡിയൻ വന്ന് വാങ്ങിച്ചോണ്ട് പോയല്ലോ. ലോക്കൽ ഗാർഡിയനോ? അതെ, മിസ്സസ് ലക്ഷ്മി തങ്കച്ചി. ആ ഫോട്ടോ ഒന്ന് എടുത്തോണ്ട് വരൂ. മാഡത്തിന് അവരെ അറിയോ? പേഴ്സണലായിട്ടൊന്നും അറിയില്ല. അവരുടെ പേരാ കോളേജ് ഫയലിലെ ലോക്കൽ ഗാർഡിയന്റെ കോളത്തിൽ കണ്ടത്. പക്ഷെ അവര് തന്നെയാണ് പാസ്പോർട്ട് വാങ്ങാൻ വന്നെന്ന് എന്താ ഉറപ്പ്? മുൻപൊരിക്കൽ വന്നപ്പോൾ ഞാനും ഇതേ ചോദ്യം തന്നെയാ ചോദിച്ചത്. ഇപ്രാവശ്യം അവർ വന്ന് ഈ ഫാമിലി ഫോട്ടോ കാണിച്ചപ്പോഴാ എനിക്കും വിശ്വാസമായത്. ലക്ഷ്മി തങ്കച്ചി മരിച്ചിട്ട് 7 മാസമായി. ഹലോ. ഹലോ അമ്മായി, ഇത് ഞാനാ രാധിക. എന്താ? ഹലോ, അഡ്വക്കേറ്റ് സൗമിനി അല്ലേ? ആ പറയൂ. അമ്മായി, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത്. എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് എതിരാ. ഇല്ല സൗമിനി, ഇതുവരെ ഒരു പിടികിട്ടിയിട്ടില്ല. ആന്റി, വീട്ടിൽ പോലീസുണ്ടോ? ആ എനിക്ക് മനസ്സിലായി. ഞാൻ വേഗം പറയാം. എങ്ങനെയെങ്കിലും കുറച്ച് പണം വേണം. ആഹാരം കഴിക്കാൻ പോലും വഴിയില്ല. സൗമിനി, ഞാൻ നിന്നെ അഡ്വക്കേറ്റായി വെച്ചിരിക്കുന്നത് എന്റെ കുട്ടിയെ രക്ഷിക്കാനാ. ഞാൻ എവിടെ വരണം? നിന്റെ ഓഫീസിലോട്ടോ? ടൗൺ സ്ക്വയർ മാർക്കറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ വരാം. ആളും ബഹളം ഒക്കെ ഉള്ള സ്ഥലമാകുമ്പോ ഞങ്ങളെ ആരും ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കാൻ പറ്റും. അത് ഞാൻ അറേഞ്ച് ചെയ്യാം. അവർക്കൊരു കുഴപ്പം ഉണ്ടാവാതിരുന്നാ മതി. അതെ. ആരാ? അഡ്വക്കേറ്റ് സൗമിനി. അപ്പൊ ഈ നിൽക്കുന്നത് ആരാ? ഈശ്വരാധീനം കൊണ്ട് മാത്രം നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നത്. എനിക്കൊന്നും ഓർമ്മയില്ല. രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിലാ ആ ഓട്ടോയിൽ ചെന്ന് കയറിയത്. പിന്നെ നടന്നത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നത് മാത്രം അറിയാം. മതിയായി എനിക്ക്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പോലീസിന് പിടികൊടുക്കട്ടെ? അപ്പൊ ഞാനോ? നീ ഞാൻ പറയുന്നത് കേൾക്കണം. ഇക്കാലത്ത് പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ വളരണം. നീ എൻ്റെ മോളല്ല, 4ാമത്തെ മോനാണ് എന്നൊക്കെ എൻ്റെ അമ്മച്ചി എപ്പോഴും അന്തസ്സോടെ പറയും. അതുകൊണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും അത് സഹിക്കാനുള്ള മനക്കരുത്ത് എൻ്റെ അമ്മച്ചിക്കുണ്ടാവും. നിന്റെ കഥ അതല്ല. നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ പറഞ്ഞതുപോലെ നിന്നെ ആശ്രയിക്കുന്ന 10,000-2000 കുടുംബങ്ങൾ കഷ്ടത്തിലാവും. മാത്രമല്ല, ഞാൻ ചെയ്ത തെറ്റിന് നീ ഇത്രയും അനുഭവിക്കണ്ട. നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പിടികൊടുക്കാം. ഞാൻ അയാളെ കൊന്നതെന്ന് പറയാം. വേണ്ട, ഞാൻ സമ്മതിക്കില്ല. Don't be stupid. I'm not being stupid. കോടതിയും സത്യവും ന്യായമൊന്നും ഉണ്ടല്ലോ. അതൊന്നുമില്ലാതെ ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടാനാണ് വിധിയെങ്കിൽ അതിന് ഞാൻ തയ്യാറാ. കൂടി
കൊല്ലും, കൊല്ലട്ടെ. അതാണ് തീരുമാനമെങ്കിൽ അതിനു മുൻപ് നീ എന്നെ കൊന്നിട്ട് പോ.